നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആ വിവാഹത്തിൽ പങ്കെടുത്തതിൽ എന്താണ് കുഴപ്പമെന്നാണ് MV ഗോവിന്ദന്റെ ചോദ്യം. വിവാഹത്തിൽ പങ്കെടുത്തതിൽ നിയമപരമായ തടസ്സങ്ങളില്ല, എല്ലാ രേഖകളും പരിശോധിച്ച ശേഷമാണ് വിവാഹം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹം കഴിച്ചവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന ആരോപണത്തെയും അദ്ദേഹം തള്ളി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആധാർ കാർഡും പാൻ കാർഡും പോലീസ് പരിശോധിച്ചിട്ടുണ്ടെന്നും രണ്ടിലും ഒരേ ജനന തീയതിയാണ് ഉള്ളതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് ഭർത്താവിനെതിരെ പോക്സോ കേസെടുത്തതിനെ കുറിച്ചുള്ള ചോദ്യം അതിനോടായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. വിവാഹത്തിൽ പങ്കെടുത്തതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച അദ്ദേഹം ആ വിവാഹം റിയൽ കേരള സ്റ്റോറി തന്നെയാണെന്നും പറഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെയാണ് വിവാഹത്തിൽ പങ്കെടുത്തതും. ഈ സമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയല്ലേ എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ അതിന് നിയമപരമായ പ്രശ്നമല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. എല്ലാം പരിശോധിച്ചിട്ടാണ് പോയതെന്നും പാർട്ടി സെക്രട്ടറിക്ക് ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് എന്താണ് നോക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. ആദ്യത്തെ കേസാണോ ഇത്? കേസൊക്കെ എത്ര ആണെങ്കിലും വരും. ആരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്? എത്രയോ കേസുകൾ അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കേസ് വരുമ്പോൾ പേടിച്ചു മാളത്തിൽ ഒളിക്കുന്ന സൈസാണ് നമ്മളെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിൽ വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് 2 യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്തു. അച്ഛനെ കൂട്ടിയാണ് പോയത്. അച്ഛൻ കൊടുത്ത രേഖയാണ് അവിടെ ഉള്ളത്. ആ രേഖകളെല്ലാം കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. ആധാറും പാൻ കാർഡുമാണ് അവരുടെ പക്കലുള്ള രേഖ. ഇതിലെല്ലാം ഒരേ ജനന തീയതിയാണുള്ളത്. ആദ്യത്തെ രേഖ 5ാമത്തെ വയസ്സിൽ എടുത്തിട്ടുള്ളതാണ്. എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. പോലീസ്, ക്ഷേത്ര കമ്മിറ്റി, വിവാഹ രജിസ്ട്രേഷന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെല്ലാം രേഖകൾ പരിശോധിച്ചിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 2 വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട വിവാഹം കഴിക്കുന്നതിനെ സംഘപരിവാർ ഭീഷണിയായി കാണുന്നുവെന്നും ഈ വിവാദങ്ങൾക്ക് പിന്നിൽ അവരാണെന്നുമായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. ഇപ്പോൾ തന്നെ തങ്ങൾക്ക് ഭീഷണിയുണ്ടെന്നതാണ് വിവാഹിതരായവർ പറയുന്നത്. 2 മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ വന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി, അവരുടെ അംഗീകാരത്തോടു കൂടി ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു. ക്ഷേത്രത്തിൽ വിവാഹിതരായി. അവർക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി അവിടെ പോയി എന്നത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ പോയത് ശരിയാണെന്നാണ് അന്നും ഇന്നും ഞങ്ങളുടെ അഭിപ്രായം. ഈ നിലപാട് ഇനിയും തുടരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് കേരളത്തിലും മധ്യപ്രദേശിലും നടത്തിയ അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ താരവും നടിയുമായ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് കണ്ടെത്തിയത്. ഇതോടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് ചുമത്തി. വൈറൽ താരത്തിന്റെ വൈറൽ വിവാഹത്തെ ചൊല്ലി വിവാദം കത്തുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള വിവാദമായ ഒരു വിവാഹമാണിത്. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്ന് മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസെടുത്തു. കഴിഞ്ഞ മാർച്ച് 11 തിരുവനന്തപുരത്തെ അരുമാനൂർ ശ്രീ നയനാർ ദേവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം. വിവാഹം കഴിക്കുമ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നായിരുന്നു ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മഹേശ്വർ സർക്കാർ ആശുപത്രിയിൽ ജനന സർട്ടിഫിക്കറ്റിൽ 2009 ഡിസംബർ 30 വൈകിട്ട് 5:50 പെൺകുട്ടി ജനിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് പോലീസിന് മുമ്പാകെ പെൺകുട്ടി ഹാജരാക്കിയ രേഖകളിൽ 2008 ജനുവരി 1 ജനന തീയതി. പെൺകുട്ടി സമർപ്പിച്ച ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി തയ്യാറാക്കിയതെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP മാസം 22 നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. പക്ഷേ പരാതി കൈകാര്യം ചെയ്തതിൽ തമ്പാനൂർ പോലീസിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. പെൺകുട്ടി ഹാജരാക്കിയ ആധാർ കാർഡ് യഥാർത്ഥത്തിൽ ഉള്ളതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയെന്നും മഹേശ്വർ നഗരപഞ്ചായത്ത് നൽകിയ ജനന സർട്ടിഫിക്കറ്റിലും ഇതേ ആധാർ നമ്പർ തന്നെയാണുള്ളതെന്നും റിപ്പോർട്ടിലുണ്ട്. ദേശീയ പട്ടികവർഗ കമ്മീഷന് മുന്നിൽ DGPക്ക് നേരിട്ട് സമർപ്പിക്കാനായാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.